ഹലോ ഗായ്സ്, ഹാർഡ് കോർ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മളൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബേസ് അല്ല, സ്റ്റാർട്ടർ ഷെഡാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ബേസ് ഉണ്ടാക്കാന്ന് പറഞ്ഞേ, പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ബേസ് ഉണ്ടാക്കുന്നില്ല. കാരണം ഇപ്പത്തേക്ക് നമുക്ക് ബേസ് എന്ന് പറയാൻ ഈ ഒരു സ്റ്റാർട്ടർ ഷെഡ് ഉണ്ട്. അപ്പൊ ഇപ്പത്തേക്ക് ഞാൻ ബേസ് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഫാമിംഗ് ഏരിയ ഉണ്ടാക്കണം. അപ്പൊ ഈ ഒരു ഫാമിംഗ് ഏരിയ ഉണ്ടാക്കുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. അപ്പൊ നേരത്തെ തന്നെ എനിക്ക് വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. അതുകൊണ്ട് എനിക്ക് ഫാമിംഗ് ഏരിയ വേണം. ഫാം ഉണ്ടെങ്കിലേ നമുക്ക് ക്രോപ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വില്ലേജേഴ്സിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ നമുക്കൊരു ഫാമിംഗ് ഏരിയ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ഫാമിംഗ് ഏരിയ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മൈനിങ് ഏരിയയും കൂടി ഉണ്ടാക്കണം. അപ്പൊ മൈനിങ് ഏരിയ ഉണ്ടാക്കുന്നതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസിലാണെങ്കിലും ശരി, പിന്നെ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ലെറ്റ്സ് പ്ലേ സീരീസ് ആണെങ്കിലും നമ്മൾ ഇതുവരെ ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു സീരീസിലെങ്കിലും എനിക്കൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ മൈനിങ് ഏരിയ ഉണ്ടാക്കി അത്ര നല്ലത്. പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു ബേസ് ഉണ്ടാക്കണം. അപ്പൊ അതിന് കുറച്ച് ഡിപ്സ്ലേറ്റ് ഒക്കെ കളക്ട് ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കണം. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. വില്ലേജർ ബ്രീഡർ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കണം. നേരത്തെ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് പണിവാളും. കാരണം നമ്മൾ ഹാർഡ് കോർ സീരീസിലാണ്. അപ്പൊ നമുക്ക് വില്ലേജേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അമ്മമാരുടെ അടുത്ത് ട്രേഡും ചെയ്യാം. പിന്നെ നമുക്ക് അമ്മമാരുടെ അടുത്ത് ആർമറൊക്കെ വാങ്ങിക്കാൻ പറ്റും. നമുക്ക് മൈനിങ്ങിനൊന്നും പോകേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് ഞാൻ വില്ലേജർ ബ്രീഡർ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് വില്ലേജേഴ്സിന്റെ അടുത്ത് ട്രേഡും ചെയ്യാം. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഫാമിംഗ് ഏരിയ ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ അതിന്റെ മുമ്പ് എനിക്ക് വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എന്റെ വോയിസ് ഇങ്ങനെ. അതൊക്കെ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡ് വെച്ച് ശരിയാക്കാം. അപ്പൊ ഇനി നമുക്ക് ഒരു ഫാമിംഗ് ഏരിയ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഫാമിംഗ് ഏരിയ ഉണ്ടാക്കുന്ന മുമ്പ് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. ഇപ്പത്തേക്ക് എൻ്റെ അടുത്ത് ഇവിടെ വീറ്റ് സീഡും ഉണ്ട്, പിന്നെ പൊട്ടറ്റോ സീഡും ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ക്യാരറ്റ് കളക്ട് ചെയ്യണം. ക്യാരറ്റ് ഈ വില്ലേജിൽ ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് വേറെ വില്ലേജ് കണ്ടുപിടിക്കേണ്ടി വരും തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഫാമിംഗ് ഏരിയ എവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് അവിടെയാണ്. അപ്പൊ നമുക്ക് ബേസിന്റെ കുറച്ച് ഡീറ്റെയിലിംഗ് വർക്കൊക്കെ ചെയ്യാണ്ട്. അതുകൊണ്ട് ഞാൻ ബേസിന്റെ അടുത്തായിട്ട് ഫാമിംഗ് ഏരിയ ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഇങ്ങോട്ടായിട്ട് ഫാമിംഗ് ഏരിയ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഏരിയ ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ച് വലിയൊരു ഫാമിംഗ് ഏരിയ ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ ഫുഡ് ബാറൊക്കെ ഹങ്കർ ബാറൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫുഡിന് നല്ല പാടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ഫാമിംഗ് ഏരിയ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സ്റ്റേക്കൊക്കെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തോണ്ട് വരാം. ഓക്കെ, നമുക്കൊരു 14 സ്റ്റേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മളെ കോള് ഇവിടെ എടുക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് ക്രോപ്സ് കണ്ടുപിടിച്ച് കൊണ്ടുവരാമെന്ന് തോന്നുന്നു. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച വില്ലേജിലോട്ട് തിരിച്ചു പോയി നോക്കാം. നമുക്ക് അവിടെ കുറച്ചും കൂടി ക്രോപ്സ് കിട്ടുമെന്ന്. ഒരു ക്യാരറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വില്ലേജേഴ്സിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. പൊട്ടാറ്റോസ് മതി, എന്നാലും ഒരു ക്യാരറ്റ് കിട്ടുന്നത് നല്ലതാണ്. നമുക്ക് പോയി നോക്കാം എന്തായിട്ട് അവിടെ. പിന്നെ നമുക്കൊരു ബെഡും കൂടി ഉണ്ടാക്കണം. ഇപ്പത്തേക്ക് നമ്മുടെ ബേസിലാണ് ഒരു ബെഡ് ഉള്ളത്. അപ്പൊ നമുക്ക് എക്സ്പ്ലോറേഷൻ ഒക്കെ പോകുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബെഡും ഉണ്ടാക്കണം. എൻ്റെ അടുത്ത് 2 വൂളുണ്ട്. ഇനി ഒരു വൂളും കൂടി എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റിയ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടോ വൂളിന്റെ കാര്യം പറഞ്ഞത് തന്നെ നമ്മുടെ ഷീപ്പ് അവിടെ സ്പോണായി. നമുക്ക് പെട്ടെന്ന് തന്നെ അവനെ കൊന്നിട്ട് ഒരു വൂള് കളക്ട് ചെയ്യാം. എന്നിട്ട് ഒരു ബെഡും കൂടി ക്രാഫ്റ്റ് ചെയ്യാം. ഇവിടെ 2 ഷീപ്പ് ഉണ്ട്. 2 ഷീപ്പിന്റെ ആവശ്യമില്ല എനിക്ക്. ആകെ ഒരു വൂൾ ആവശ്യമുള്ളൂ. ഓക്കെ, നമുക്ക് 3 വൂളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ വയ്ക്കാം. എന്നിട്ട് 3 വൂൾ എങ്ങനെ വെച്ച് ഓക്കെ, ഒരു ബെഡും ആയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ബെഡിന് ഒരു കളറും കൊടുക്കാം. ഇപ്പൊ നമ്മൾ വെള്ള ബെഡിലൊന്നും ഉറങ്ങില്ല, കളർ ബെഡിൽ മാത്രമാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. നമുക്ക് മഞ്ഞ കളർ കൊടുക്കാം അതിന്. ഓക്കെ, നമുക്കൊരു മഞ്ഞ ബെഡും കിട്ടി. ഇനി നമുക്ക് ആ വില്ലേജിലോട്ട് പോയിട്ട് പുതിയ വല്ല ക്രോപ്പും അവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ അവിടെ പോയപ്പോൾ വലിയ ക്രോപ്സ് ഒന്നും കണ്ടില്ല. അതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ കളക്ട് ചെയ്യാത്തത്. നമുക്ക് പോയി നോക്കാം. ബീട്രൂട്ട് ആണെങ്കിൽ നമുക്ക് എടുക്കണ്ട, പൊട്ടാറ്റോ ആണെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ വീറ്റ് സീഡ് അവിടെ നിന്ന് നമുക്ക് എടുത്തോണ്ട് വരാം. വീറ്റ് സീഡ് എൻ്റെ അടുത്ത് കുറവാണ്. വീറ്റ് സീഡ് അല്ലാതെ നമുക്ക് ഈ ഗ്രാസ് ഒക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ എനിക്ക് അതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, കുറച്ച് മടിയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സീഡൊക്കെ ഒന്ന് എടുത്തോണ്ട് വരാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ വില്ലേജ് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. അവിടെ തന്നെ ഒരു ഫാമർ ഉണ്ട്. ഇവൻ എന്താ സീഡ് നമുക്ക് തരുന്നത് നോക്കാം. ഇവിടെ മൊത്തം പൊട്ടാറ്റോ ആണ് ഇവൻ പ്ലാന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പൊട്ടാറ്റോ സീഡ് എൻ്റെ അടുത്ത് അല്ലാതെ തന്നെ ഉണ്ട്. പൊട്ടാറ്റോന്റെ ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് മേലോട്ട് കയറിപ്പോയി നോക്കാം. മേലോട്ടും ഫാമേഴ്സ് ഒന്നും കാണുന്നില്ല. എനിക്ക് ഒന്ന് വേറെ ഒരു വില്ലേജ് കണ്ടുപിടിക്കേണ്ടി വരും നമുക്ക്. അപ്പൊ ഞാൻ കുറച്ചു നേരം അപ്പൊ നമുക്ക് ഇനി വേറൊരു വില്ലേജ് കണ്ടുപിടിക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് എന്താ സീഡ് കിട്ടുന്നതെന്ന്. നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ പോയി നോക്കാം വേറെ വില്ലേജ് കിട്ടുന്നുണ്ടോന്ന്.
ഓക്കെ, നമുക്കങ്ങനെ ഒരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബേസിൽ നിന്ന് ഒരു 1000 ബ്ലോക്കിന് ട്രാവൽ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു വില്ലേജ് കിട്ടിയത്. ഇതൊരു പ്ലെയിൻസ് ബയോമിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിന്റെ അപ്പുറത്ത് തന്നെ നമുക്കൊരു സവാന ബയോമും ഉണ്ട്. സവാന ബയോമിലാണ് ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ നോക്കിയത്, പക്ഷെ എനിക്ക് പ്ലെയിൻസിലാണ് ഒരു വില്ലേജ് കിട്ടിയത്. നമുക്ക് എന്തായിട്ടും പോയി നോക്കാം നമുക്ക് എന്തൊക്കെയാ കിട്ടുക ഈ ഒരു വില്ലേജിൽ നിന്ന്. കണ്ടിട്ട് അത്ര വലിയ വില്ലേജ് എല്ലാം തോന്നുന്നു, എന്നാലും നമുക്ക് പോയി നോക്കാം. പുതിയൊരു ക്രോപ്പ് എനിക്ക് കിട്ടിയാൽ മതി, വേറെ ഒന്നും ഞാൻ നോക്കുന്നില്ല. ഇവിടെ തന്നെ വലിയൊരു റിവ്യൂൻ ഉണ്ട്, ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. എന്നിട്ട് സൈഡ് കൂടെ തന്നെ പോവാം. അതാ ആ കാണുന്ന ക്യാരറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ക്യാരറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഇഷ്ടംപോലെ വീറ്റ് സീഡും ഉണ്ട്. ആ വീറ്റ് സീഡ് നമുക്ക് എടുത്തോണ്ട് പോവാം. അപ്പുറത്ത് പൊട്ടാറ്റോസും ഉണ്ട്. ഈ ഒരു ബീട്രൂട്ട് നമുക്ക് എടുത്തോണ്ട് പോവാം. എല്ലാം നമുക്ക് പ്ലാന്റ് ചെയ്യണം, എല്ലാം സീഡ് നമുക്ക് വേണം. ഹലോ വില്ലേജർ, താങ്ക് യു കേട്ടോ, നിന്റെ ക്രോപ്പ് വന്നതുകൊണ്ട്. നീ പേടിക്കണ്ട, എല്ലാം സീഡ് ഞാൻ എടുത്തുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഈ ഒരു പൊട്ടാറ്റോ ഞാൻ നട്ട് തരാം. അവന് നമ്മളെ ക്രോപ്പൊക്കെ അവൻ്റെ അടുത്ത് നിന്ന് എടുത്തോണ്ട് അവന് ഭയങ്കര വിഷമായി. നമുക്കൊരു പൊട്ടാറ്റോ നമുക്ക് അവിടെ നട്ടു കൊടുക്കാം. അതാ ഇവിടെ ഇഷ്ടംപോലെ വീറ്റ് സീഡ് ഉണ്ട്, ഇത് നമുക്ക് എടുക്കാം. വീറ്റ് കൊടുക്കാം, വീറ്റ് സീഡും എടുക്കാം. ഒന്നും വിടാൻ പാടില്ല, എല്ലാം എടുത്തോണ്ട് പോകണം. ആണ്ടോ അവൻ്റെ അടുത്ത് സീഡ് ഉണ്ട്, ഒണ്ടാണോ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. അത് അവൻ നട്ടോളൂ. നമുക്ക് ഇപ്പത്തേക്കുള്ള സീഡ് കിട്ടിയുണ്ട്. 36 ക്യാരറ്റും പിന്നെ ഒരു 20 ബീട്രൂട്ട് സീഡും പിന്നെ ഒരു 21 വീറ്റ് സീഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഹേബേലൊക്കെ ഉണ്ട്, നമുക്ക് ഈ ഹേ ഒക്കെ കളക്ട് ചെയ്യാം. നമ്മുടെ വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കുമ്പോൾ ഇപ്പത്തേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ഹേബേൽസ് ഉണ്ടല്ലോ ഇവിടെ. നമുക്ക് എന്തായിട്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം, വല്ലത് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കാമല്ലോ. ഒരു ബ്ലാസ്റ്റ് ഫർണസ് കിട്ടിയാൽ നമുക്ക് നല്ലതായിരുന്നു, നമുക്ക് തെരഞ്ഞു നോക്കാം. ഈ ഒരു വില്ലേജിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല അത്ര വലിയ വില്ലേജ് ഒന്നുമില്ല, ചെറിയൊരു വില്ലേജാണ്. ഇഷ്ടംപോലെ ഹേബേൽസ് ഉണ്ട് കേട്ടോ, ഹേബേലും ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ പൊട്ടാറ്റോസും പിന്നെ പൊട്ടാറ്റോസും ക്യാരറ്റും അവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇഷ്ടംപോലെ ഹേ ഉണ്ട്, ഇതൊക്കെ കളക്ട് ചെയ്യാം. അപ്പുറത്ത് കണ്ടോ ഒരു ജംഗിളും കണ്ട്, നമുക്ക് കുറച്ച് ജംഗിൾ സാപ്ലിങ്സും പിന്നെ ബാമ്പു എടുത്തോണ്ട് പോവാം. ഓക്കെ, നമ്മളെ ഹേബേലും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഒരു സ്റ്റാക്കിന്റെ അടുത്ത് ഹേബേൽസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് രാത്രി ആവണം, നമുക്കൊന്ന് പെട്ടെന്ന് ഉറങ്ങിയിട്ട് നമുക്ക് ഇതൊന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, രാവിലെ ആയതുകൊണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ കളക്ട് ചെയ്യാം. ഇനി നമുക്ക് എന്തായിട്ട് ഇവിടെ വരെ വന്നതല്ലേ, ജംഗിളൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് 2-3 ജംഗിൾ സാപ്ലിങ്ങും പിന്നെ കുറച്ച് ബാംബോസും കളക്ട് ചെയ്ത് പോവാം. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നട്ട് വെക്കാൻ പറ്റുമല്ലോ. ഓക്കെ, നമുക്ക് 4 ജംഗിൾ സാപ്ലിംഗ് കിട്ടിയിട്ടുണ്ട്, ഇതെനിക്ക് മതി ഇപ്പത്തേക്ക്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബാമ്പു കണ്ടുപിടിക്കാം. ബാമ്പു എടുത്തോണ്ട് പോവാ ജംഗിളിലോട്ട് വന്ന സ്ഥിതിക്ക്. ഓക്കെ, നമുക്ക് അങ്ങനെ ബാമ്പും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായിട്ടും നമ്മുടെ ക്യാരറ്റും കിട്ടി, പിന്നെ ബീട്രൂട്ട് സീഡും കിട്ടി, പിന്നെ നമ്മുടെ കോക്കോ ബീൻസും കിട്ടി. അതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇനി നമുക്ക് ബേസിൽ വെച്ചിട്ട് കാണാം. എന്തായിട്ടും ഞാൻ കുറച്ച് മെലൻ സീഡ് കൂടി കളക്ട് ചെയ്തിട്ടാണ് ബേസിലോട്ട് പോവാണ്. അപ്പൊ ഇനി ബേസിൽ വെച്ച് കാണാം. ഓക്കെ, ഞാൻ അങ്ങനെ ബേസിലോട്ട് തിരിച്ചെത്തിയുണ്ട്. ഞാൻ കാണിച്ചുതരാം നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയെന്ന്. നമുക്കൊരു 46 മെലനും 46 മെലനും നമുക്ക് ഇഷ്ടം പോലെ സീഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു 10 പംകിനും പിന്നെ ഒരു 41 ഷുഗർ കേനും പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഒരു ചെറി ബയോമും കിട്ടി. അവിടെ നിന്ന് ഞാൻ കുറച്ച് ചെറി വുഡും കളക്ട് ചെയ്തു, പിന്നെ കുറച്ച് സാപ്ലിങ്ങും കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 20 ബീട്രൂട്ട്, അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഈ ബീട്രൂട്ട് സീഡ് കിട്ടി, പിന്നെ നമുക്ക് ക്യാരറ്റ് ഒരു സ്റ്റാക്ക് കിട്ടി, പിന്നെ നമുക്ക് വീറ്റ് സീഡും കിട്ടി, പിന്നെ കൊക്കോ ബീൻസും കിട്ടി, പിന്നെ ബാമ്പു നമുക്ക് കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു സ്റ്റാക്കിന്റെ അടുത്ത് ഹേബേലും നമുക്കുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ എക്സ്പ്ലോറേഷന് നമുക്ക് കിട്ടിയ സാധനങ്ങൾ. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഫാം ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്ഥലത്ത് നമുക്കൊരു ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ സീഡൊക്കെ ഇവിടെ വെച്ചിട്ട് പോവാം. സീഡൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. അപ്പൊ നമുക്കൊരു ഡബിൾ ചെസ്റ്റ് ഫസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം, ഒരു ഡബിൾ ചെസ്റ്റും കൂടി ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഡബിൾ ചെസ്റ്റ് ആയി. നമുക്ക് ഇത് ഇവിടെ തന്നെ വെക്കാം, ഇതിന്റെ സൈഡായിട്ട്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഫാമിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് സീഡ് മാത്രം ഇവിടെ വെക്കാം. നമുക്ക് ഇതും ഷുഗർ കെയിന് നമുക്ക് നട്ട് വെക്കാം. നമുക്ക് ഷുഗർ കെയിന് ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, അതൊക്കെ മതിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനം നമ്മുടെ ബേസിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാം. പിന്നെ ഇവിടെ തന്നെ ഞാനൊരു വാണ്ടറിംഗ് ട്രേഡറിനെ പിടിച്ചിട്ടുണ്ട്. ഇവനെ എന്തുകൊണ്ടാണ് പിടിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവന് 5 എമറൽഡിന് ഒരു സ്പ്രൂസ് വുഡിന്റെ സാപ്ലിംഗ് വരുന്നുണ്ട്. ഈ ഒരു സ്പ്രൂസ് സാപ്ലിംഗ് എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡിസ്പൗൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ ഒരു ബോട്ടിൽ കയറ്റി വെച്ചേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ചെസ്റ്റിൻ്റെ അകത്ത് വെക്കാം. നമുക്ക് ഇനി നമ്മുടെ ഫാമിംഗ് ഏരിയന്റെ പണിയൊക്കെ തുടങ്ങാം. അപ്പോൾ കുറച്ച് ബ്ലോക്ക് എനിക്ക് വേണം, ഒരു ഷവലും കൂടി എനിക്ക് ക്രാഫ്റ്റ് ചെയ്യണം. നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഷവൽ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഏരിയ ഒന്ന് ലെവൽ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് ഈ ഏരിയ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ലെവൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം.
ഓക്കെ, നമ്മുടെ ഫാം ഉണ്ടാക്കാനുള്ള ഏരിയ ഞാൻ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് വലുതായിട്ട് തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ചെറുതായിട്ട് ഉണ്ടാക്കാനാണ്, പക്ഷെ നമുക്ക് കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ക്രോപ്സ് ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അതുകൊണ്ട് മാത്രമേ ഞാൻ കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കിയുണ്ട്. ഏരിയ ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫാം ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നമുക്കൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഇവിടെ ഉണ്ടാക്കണം. കാരണം നമുക്ക് താഴോട്ട് പിന്നെയും ഓടിപ്പോയി വരണ്ടല്ലോ. അതുകൊണ്ട് നമുക്കൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. ഫസ്റ്റ് ഇവിടെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. 10 ബക്കറ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇനി ഒരു ബക്കറ്റ് കൂടി വേണം. പെട്ടെന്ന് പോയി എടുത്തോണ്ട് വരിക, രാത്രി ആവാണ്, അതിന് മുമ്പ് കൊണ്ടുവരണം. ഓക്കെ, ഇനി ഒരു ബക്കറ്റ് ഈ സൈഡ് ഒഴിച്ചാൽ നമുക്കൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സും ആയി. അതിൻ്റെ കൂടെ തന്നെ രാത്രിയായി, പെട്ടെന്നൊന്ന് ഉറങ്ങിയോ. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പുതിയൊരു ഹോ ക്രാഫ്റ്റ് ചെയ്യാം. നമ്മുടെ ആ ഹോ നമ്മൾ നേരത്തെ ഹേബേൽ കട്ട് ചെയ്ത് തീരാനായി. നമുക്ക് എന്തായിട്ടും ഒരു സ്റ്റോൺ ഹോ ക്രാഫ്റ്റ് ചെയ്യാം. അയൻ എൻ്റെ അടുത്തില്ല, 3 അയനേ എൻ്റെ അടുത്തുള്ളൂ. അതിനത് ഞാൻ ഹോന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല, നമുക്ക് വേറെ ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഏരിയ ഒന്ന് ഡിവൈഡ് ചെയ്ത് വിടാം. കാരണം നമുക്ക് കുറേ ക്രോപ്സ് ഉണ്ട്. പൊട്ടാറ്റോ ഉണ്ട്, മെലൻ ഉണ്ട്, പിന്നെ പംകിനും ഉണ്ട്. അപ്പോൾ നമുക്കിത് വേറെ ആയിട്ട് നട്ട് കൊടുക്കാം, ഒരുമിച്ചൊന്നും നടണ്ട. ഓക്കെ, നമുക്ക് ചെറുതായിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം നമ്മുടെ ഒരു ഫാമിന്റെ. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഷവൽ വെച്ചൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് 2 ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പൊട്ടാറ്റോസ് ആയിരിക്കും, ഇവിടെ നമ്മുടെ ക്യാരറ്റ് ആയിരിക്കും. ഇനി അങ്ങോട്ട് പോയാൽ നമുക്ക്. ഓക്കെ, ഒരു ഏരിയയും കൂടി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ നമുക്ക് എന്താ പറയാ, വീറ്റിനെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇപ്പുറത്ത് നമുക്ക് മെലനും അതിന്റെ കൂടെ തന്നെ പംകിനും നട്ട് വെക്കാം. അപ്പൊ ഇതിനത്ര ഏരിയ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഈ ഏരിയ മതിയെന്ന് തോന്നുന്നു നമ്മുടെ മെലനും പംകിനും നടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഏരിയയിലൊക്കെ ഒന്ന് ചെറിയ കുഴിയൊക്കെ കുത്തി കൊടുക്കാം, വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഒക്കെ അത്ര മതിയെന്ന് തോന്നുന്നു. ഇപ്പുറത്തും ഒന്ന് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ വാട്ടർ സോഴ്സ് ഒഴിക്കാനുള്ള സ്ഥലത്തൊക്കെ കുഴി കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാട്ടറൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ കുഴിയിലൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ലാൻഡ് ഒന്ന് ഹോ ചെയ്ത് വിടണം. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നമ്മുടെ ഫാമൊക്കെ ഒന്ന് ഹോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹോ ചെയ്ത സ്ഥലത്തൊക്കെ നമ്മുടെ സീഡൊക്കെ ഒന്ന് നട്ട് കൊടുക്കാം. നമുക്ക് ഉള്ള സീഡൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം. നമുക്ക് എന്തായിട്ടും ഒരു സ്റ്റാക്ക് ഉള്ളതൊക്കെ നമുക്ക് നട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഞാൻ ഇപ്പം നടുന്നില്ല, ബീട്രൂട്ട് നടാൻ സ്ഥലം ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം നമുക്ക് ബീട്രൂട്ട് സീഡ് നടണ്ട. ഓക്കെ, ഫസ്റ്റിന് നമുക്ക് ക്യാരറ്റ് സീഡ് വെച്ച് തുടങ്ങാം. ഓക്കെ, ക്യാരറ്റ് സീഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് സീഡ് കഴിഞ്ഞു തോന്നുന്നു. ക്യാരറ്റ് സീഡ് കഴിഞ്ഞു. ഇനി നമുക്ക് പൊട്ടാറ്റോ സീഡ് നട്ട് കൊടുക്കാം. ക്യാരറ്റിൻ്റെ വലുതായിട്ട് നമുക്ക് റീപ്ലാന്റ് ചെയ്യാമല്ലോ. ഓക്കെ, പൊട്ടാറ്റോ സീഡും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീറ്റ് സീഡ് നടാം. വീറ്റ് സീഡ് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു സ്റ്റാക്കും പിന്നെ 34 സീഡ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് അത് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, വീറ്റ് സീഡ് മാത്രമേ നമുക്ക് മൊത്തം ഫില്ല് ചെയ്യാൻ പറ്റി. അപ്പോൾ ബാക്കി ഒരു 3 വീറ്റ് സീഡ് ഉണ്ട്, നമുക്ക് ഇത് ഇവിടെ നട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പംകിനും പിന്നെ മെലൻ സീഡും നട്ട് കൊടുക്കാം. അതിന് നമുക്ക് ഇഷ്ടംപോലെ സീഡ് ഉണ്ട്, പക്ഷേ നമുക്ക് സീഡ് നടാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് നമുക്ക് പറ്റുന്നത്ര നട്ട് കൊടുക്കാം. ഓക്കെ, മെലൻ സീഡായി, പംകിൻ സീഡായി. ഇനി നമുക്ക് മെലൻ സീഡ് നട്ട് കൊടുക്കാം. ഓക്കെ, മെലൻ സീഡ് നട്ടു. ഇപ്പുറത്തെ സൈഡ് നമുക്ക് പംകിൻ തന്നെ നട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഫാമിംഗ് ഏരിയ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫാമിംഗ് ഏരിയൻ്റെ അടുത്തായിട്ട് ഒരു സ്റ്റോറേജ് ഏരിയയും കൂടി ഉണ്ടാക്കി കൊടുക്കാം. കാരണം ഇനി നമുക്ക് ചിലപ്പോൾ കോച്ചിന്ത്രി പിക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫാമിങ്ങിന് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ക്രോപ്പ് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കണം. അപ്പം നമുക്ക് ഇപ്പം തന്നെ അത് ഒരു സ്റ്റോറേജ് ഏരിയയും കൂടി ഉണ്ടാക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കാം. അതിനുള്ള മെറ്റീരിയൽസ് എൻ്റെ അടുത്ത് ഉണ്ട്, അത്ര ഇല്ല എന്നാലും നമുക്ക് പറ്റുന്നത്ര ഉണ്ടാക്കി വെക്കാം. എന്തായിട്ടും ആ സൈഡിലായിട്ട് വെച്ച് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇനി ഞാൻ കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് ആ സ്റ്റോറേജ് ഏരിയ ഒന്ന് ഉണ്ടാക്കട്ടെ. ഓക്കെ, നമ്മൾ ആ ഫാമിംഗ് ഏരിയയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫാമിനുള്ള സ്റ്റോറേജ് ഏരിയ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മുടെ കളക്ട് ചെയ്ത് വന്ന ബാംബൂസ് ഒക്കെ ഞാൻ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കളക്ട് ചെയ്ത കോക്കോ ബീൻസും നട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പഴം ഞാനിവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലെ ക്രോപ്പൊക്കെ വലുതാവാൻ തുടങ്ങിയതുണ്ട്. പംകിനൊക്കെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇത് കുറച്ച് വലിയൊരു സ്റ്റോറേജ് ഏരിയ ആണ്. നമുക്ക് 2 സൈഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇവിടെ ഞാൻ പംകിനാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ വീറ്റ്
ബീറ്റ്റൂട്ടും പിന്നെ ഇവിടെ വാട്ടർ മെലണും പിന്നെ ഇവിടെ ക്യാരറ്റും പിന്നെ ഇവിടെ പൊട്ടാറ്റോ ആണ്. എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞ് നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇതും വലിയ സ്റ്റോറേജ് ഏരിയ ആണ്. നമുക്ക് ഇത്രയൊക്കെ സ്റ്റോറേജ് ഏരിയ ആവശ്യം വരുമെന്ന് പോലും അറിയില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുറത്തു പോവാം. ഇവിടെ നമുക്ക് വുഡ് കുറവായ കൊണ്ടാണ് ഞാൻ കോബിൾ സ്റ്റോണിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. വുഡ് മൈൻ ചെയ്യാൻ പോകാൻ അത്ര മടിയായ കൊണ്ടാണ് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഫാമിംഗ് ഏരിയയും പിന്നെ നമുക്ക് ഫാമിന് വേണ്ടിയുള്ള സ്റ്റോറേജ് ഏരിയ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. അപ്പൊ വില്ലേജർ ബ്രീഡറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മെറ്റീരിയൽസും കളക്ട് ചെയ്യണം. അപ്പൊ ആ മെറ്റീരിയൽസ് നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇനി ഞാൻ മെറ്റീരിയൽസും ഒക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് 2 ലീഡ് വേണം. ലീഡ് കിട്ടാനാണ് നമുക്ക് പാട്. പക്ഷെ ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ക്രാഫ്റ്റിംഗ് റെസിപ്പി ഒക്കെ മാറ്റിയുണ്ട്. നമുക്ക് സ്ട്രിങ് ഉണ്ടായാൽ മതി. പക്ഷേ സ്ട്രിങ്ങിന് വേണ്ടി രാത്രി നമുക്ക് സ്പൈഡറിനെ ഒന്നും ഹണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്രീപ്പർ എങ്ങനെ നമ്മളെ പുറകിൽ വന്ന് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ മരിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക്. കാരണം നമുക്ക് അയൺ ആർമറാണ്. അയൺ ആർമറിൽ എൻചാൻമെന്റ് ഇല്ലാത്ത കാരണം നമുക്ക് മരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ലീഡ് കളക്ട് ചെയ്യില്ല. പക്ഷെ ഇവിടെ 2-3 ലാമാസ് നിൽക്കുന്നുണ്ട് നമുക്ക് വാണ്ടർ ട്രേഡറിന്റെ. അവന്മാരിനെ കൊന്നതിന് നമുക്ക് ലീഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവന്മാരുടെ അടുത്ത് നമുക്ക് ലീഡ് വാങ്ങിക്കാം. ഓക്കെ, നമുക്ക് ഈ ആവശ്യത്തിനുള്ള 2 ലീഡ് കിട്ടിയുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇവന്മാറിനെ കൊന്നത് അറിഞ്ഞിട്ടില്ല. ഇവ എന്താ ട്രേഡ് ചെയ്യുന്നതെന്നൊന്ന് നോക്കണം. വാണ്ടറിങ് ട്രേഡർ നമുക്ക് പിക്കാക്സ് ഒക്കെ ട്രേഡ് ചെയ്യാം. ഞാൻ വിചാരിച്ചു ബെഡ്റോക്കിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചർ ഉള്ളതെന്ന്. കാക്ടസ്, ഇവനെ നമുക്ക് ഒരു ബോട്ടിലാക്കണം. എനിക്ക് കാക്ടസ് ആവശ്യമുണ്ട്. ഓക്കെ, ഇവനെ നമ്മൾ അങ്ങനെ ബോട്ടിലാക്കിയിട്ടുണ്ട്. അതിന്റെ അടുത്ത് നിന്ന് കാക്ടസ് എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു എക്സ്പി ഫാം ഉണ്ടാക്കാൻ പറ്റി. നമ്മുടെ ആർമഡില വെച്ചിട്ട് ആ ഒരു എക്സ്പി ഫാം എനിക്ക് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാണ്ടറിങ് ട്രേഡറിനെ പിടിച്ചിട്ടേക്കുന്നത്. അതിന്റെ അടുത്ത് നിന്ന് കാക്ടസ് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അത് ഇപ്പത്തേക്ക് നമുക്ക് ചെയ്യാനുള്ള പണിയല്ല. ഇപ്പത്തേക്ക് നമുക്ക് വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. അപ്പൊ വില്ലേജർ ബ്രീഡറിനെ ഉണ്ടാക്കാൻ കുറെ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് കുറച്ച് ഗ്ലാസും പിന്നെ ഡിസ്പെൻസറും ഒക്കെ വേണം. ഡിസ്പെൻസർ ഒന്നും എനിക്ക് ഇപ്പത്തേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഡിസ്പെൻസർ ഇല്ലാതെ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എവിടെ ഉണ്ടാക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ ബേസിന്റെ അടുത്ത്. കാരണം ഇവിടെ ബെഡും പിന്നെ വാക്ക് ബെഞ്ചൊക്കെ നമുക്ക് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വില്ലേജർ ബ്രീഡർ നമുക്ക് ആ അപ്പുറത്ത് കാണുന്നില്ലേ, അപ്പുറത്ത് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതിന്റെ അടുത്തായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അയൺ ഫാം ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഇനി ആ വില്ലേജേഴ്സിന് അവിടുന്ന് വില്ലേജിനെ പിടിച്ചോണ്ട് വരണം. നമുക്ക് റിവർ ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. അമ്മാറിനെ ബോട്ടിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ലീഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ അമ്മാറിനെ ഇങ്ങനെ വലിച്ചോണ്ടും വരാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി വില്ലേജർ ബ്രീഡർ പിന്നെ ആ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് പുറകിൽ കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നമ്മുടെ വില്ലേജർ ബ്രീഡർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ഡിസൈൻ ആണ്. അപ്പൊ ഇത് അപ്ഡേറ്റഡ് ഡിസൈൻ ആണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ ഇങ്ങനെ തന്നെ നിങ്ങൾക്കും വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ എന്തായിട്ട് ഇട്ട് തരാം. നിങ്ങൾക്ക് പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കാം. അപ്പൊ ഇനി ഞാൻ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന്. ഓക്കെ, ഞാൻ ഇതിന്റെ ചുറ്റിനും ഫെൻസ് വെച്ചിട്ടുണ്ട്. ഫെൻസ് അല്ല, ഇനി എന്താ പറയാന്ന് എനിക്കറിയില്ല. കറക്റ്റ് ഫെൻസ് പോലത്തെ ഒരു സാധനമാണ്. അതിന്റെ മുകളിലൊക്കെ ടോർച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹാർഡ് കോറിലായതുകൊണ്ട് മോബ്സ് സ്പോൺ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടോർച്ചൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വില്ലേജേഴ്സിന് അവന്മാർ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് കൊല്ലാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു ഡോറ് പോലെ സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് മാത്രം ഉള്ളിൽ പോകുന്ന പോലെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ ഒരു റെയിൽ നമുക്ക് അയച്ചു മാറ്റാൻ പറ്റും. ഇവിടെ ഞാൻ ഇത് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെസ്റ്റും പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു വില്ലേജർ ബ്രീഡർ എത്ര എഫിഷ്യന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല എഫിഷ്യന്റ് ആണ് കേട്ടോ. ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുണ്ട്, ഞാൻ ആകെ ഒരു സ്റ്റാക്ക് ബ്രെഡ് അതിൻ്റെ ഉള്ളിൽ ഇട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇത്രയും വില്ലേജർ കിട്ടിയിട്ടുണ്ട്. അല്ല, ബേബി വില്ലേജർ. ഇതിന് നമുക്കിനി മൈൻകാർട്ട് വെച്ച് കൊണ്ടുപോകണം. നമ്മുടെ ബേസിന്റെ അടുത്തല്ല, അവിടെ ആയിട്ടുണ്ടോ, അവിടെ ആയിട്ട് നമുക്കൊരു റിവീൻ ഉണ്ട്. ആ റിവീനിന്റെ ഉള്ളിൽ നമുക്കൊരു ചെറിയൊരു ട്രേഡിംഗ് ഹാൾ സെറ്റപ്പ് ചെയ്യണം. അപ്പൊ ഇപ്പത്തേക്ക് ഞാൻ ചെയ്യുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വില്ലേജർ ബ്രീഡർ മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇതുണ്ട്, ഞാൻ ഹ്യൂമാറിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൈൻക്രാഫ്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് കാണിച്ചു തരാം എങ്ങനെ ഇത് വർക്ക് ആവുന്നതെന്ന്. നമുക്ക് ഈ ഒരു ലാഡർ കയറി പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പിസ്റ്റനുണ്ട്, പിന്നെ താഴെ ഒരു ഡിസ്പെൻസർ ഉണ്ട്. ഡിസ്പെൻസർ ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടുത്ത് കുറച്ച് സ്ട്രിങ് ബാക്കി ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ 2 ഡിസ്പെൻസർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ഡിസ്പെൻസറിന്റെ അകത്ത് ബ്രെഡ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഒരു സ്റ്റാക്ക് അല്ല കേട്ടോ, ഞാൻ 2 സ്റ്റാക്ക് എഴുതിയിട്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു ലിവറില്ലേ, ഈ ഒരു ലിവർ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. അമ്മമാരുടെ അടുത്ത് ബ്രെഡ് ഡിസ്പെൻസ് ചെയ്തിട്ട് അമ്മമാര് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യും. ബ്രീഡ് ചെയ്തിട്ട് അമ്മമാര് നേരെ കുഴിനകത്ത് വീഴും. അവിടെ നമ്മള് ഒരു ഗ്ലാസ് പെയിൻ വെച്ചുണ്ട്. അപ്പൊ ഇവന്മാർക്ക് മാത്രം നിൽക്കാൻ പറ്റുള്ളൂ. ബേബി വില്ലേജ്
വില്ലേജേഴ്സിന് നിൽക്കാൻ പറ്റില്ല. അമ്മ നേരെ താഴോട്ട് പോയിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി വരും. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ബട്ടൺ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വില്ലേജേഴ്സിനും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വില്ലേജർ ബ്രീഡറിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻ ഷാഫ്റ്റ് ഉണ്ടാക്കണം. മൈൻ ഷാഫ്റ്റ് അല്ല, മൈനിങ് ഏരിയ ഉണ്ടാക്കണം. അപ്പോൾ മൈനിങ് ഏരിയ ഉണ്ടാക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോഴത്തേക്ക് പവർ റെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മാനുവലായിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകേണ്ട വരും നമ്മുടെ വില്ലേജേഴ്സിന്. അതുകൊണ്ടാണ് ഞാൻ വില്ലേജേഴ്സിന് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യാത്തത്. പക്ഷെ ഞാൻ റെയിൽ എന്തായിട്ട് അങ്ങോട്ട് അതുവരെ ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നമ്മൾ എവിടെയാണ് ഇവന്മാരെ കൊണ്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇവന്മാരെ ഞാൻ മെയിനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു റിവീനുണ്ട്, അതിനകത്ത് ചെറിയൊരു ട്രേഡിംഗ് ഹാൾ സെറ്റപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചേക്കുന്നത് ഈ റിവീനില് ഉള്ളിലേക്ക്. അപ്പോൾ അത് നമുക്ക് ഇപ്പോഴത്തേക്കുള്ള പണിയല്ല, നമുക്ക് പിന്നെ ഉള്ള പണിയാണ്. അപ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യേണ്ടുള്ള പണി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈനിങ് ഏരിയ ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ മൈനിങ് ഏരിയ ഉണ്ടാക്കാൻ ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും അവിടെ നിന്ന് അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടായിരുന്നത് നമുക്ക് ബ്ലോക്സ് കളക്ട് ചെയ്യാനും പിന്നെ കോബിൾ സ്റ്റോൺ ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു നല്ല സ്ഥലമാണ്. നമുക്ക് ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കേവ് എൻട്രൻസ് പോലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. നമുക്ക് ഈ സൈഡായിട്ട് ഉണ്ടായിട്ടും ബ്ലോക്ക് ഒക്കെ എടുക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു ഏരിയ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് നേരെ ഡിഗ് ചെയ്ത് അടിയിലായിട്ട് ഡിഗ് ചെയ്ത് പോകാമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം വരുന്നുണ്ട്, നമ്മുടെ ഫാം എന്നാണ് തോന്നുന്നത്. നമുക്ക് അത് അടച്ചു വിടാം. എന്നിട്ട് ഈ വാട്ടർ സോഴ്സ് ഒക്കെ ഒന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് വിടാം. ഓക്കെ, ഇനി നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഡിഗ് ചെയ്ത് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുക. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു സ്ഥലം കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് വിടാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഏരിയ പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇനി ഏരിയയൊക്കെ ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ചെയ്ത് വിടാം. ലൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മോബ്സ് സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലൈറ്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഏരിയന്റെ മുകളിൽ കുറച്ചായിട്ടൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി വിടാം. ഇപ്പോഴത്തേക്ക് എന്തായിട്ട് നമുക്ക് ഇപ്പോഴത്തേക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് വർക്കൊന്നും ഞാൻ ഇപ്പോഴത്തേക്ക് ചെയ്യുന്നില്ല. ഡീറ്റെയിലിംഗ് വർക്കൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു മൈനിങ് ഏരിയ മാത്രം ഉണ്ടാക്കി വെക്കാം. ഇനി അത് മതിയെന്ന് തോന്നുന്നു. അപ്പൊ ഇനി നമുക്ക് നേരെ -64 പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൈനിങ് ഒക്കെ കണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത കാര്യം തന്നെ, എനിക്ക് അതേപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് നേരിട്ട് മൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ -64 എത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, നമ്മളങ്ങനെ വേൾഡിലേക്ക് പോവാൻ പറ്റുന്ന അടിയിലേക്ക് -59 എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പുറകിൽ കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നമ്മൾ ബെഡ്റോക്ക് ലെവലിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഡയമണ്ട് മൈനിങ് ലെവലിലൊക്കെയാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ സ്ട്രിപ്പ് മൈൻ ചെയ്ത് പോവാം. നമുക്ക് ഇഷ്ടം പോലെ ഡയമണ്ട് കിട്ടും. ഇപ്പൊ സ്ട്രിപ്പ് മൈനിങ് അത്ര നമുക്ക് എഫിഷ്യന്റ് അല്ലെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള ഡയമണ്ട് മോബ്സിന്റെ അടുത്ത് മരിക്കാതൊക്കെ വാങ്ങി എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ കുറെ നേരം ഇരുന്ന് മൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഡീപ് സ്ലേറ്റും കിട്ടിയിട്ടുണ്ട്. 2, 3, 4, 5 സ്റ്റാക്ക് ഡീപ് സ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബേസ് പണിയാനുള്ള ഡീപ് സ്ലേറ്റ് ഇവിടെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, സ്റ്റെയർ കേസ് ഉണ്ടാക്കിയപ്പോ തന്നെ. അപ്പൊ നമ്മുടെ മൈനിങ് ഏരിയ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പത്തേക്ക് നമ്മൾ ഇങ്ങനെ തന്നെ വിടാണ്. ഡീറ്റെയിലിംഗ് വർക്കൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇനി നമുക്ക് മേലെ ബേസിലെത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ബേസിലെത്താൻ കുറച്ച് പണിയാണ്. നമ്മുടെ ക്യാരറ്റിന്റെ തല ഇങ്ങനെ ഇടിച്ചിടിച്ച് മേലെ എത്തണ്ടേ. അപ്പൊ ഇനി നമുക്ക് ബേസിലെത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മളങ്ങനെ സർഫേസ് ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഇത് ഉണ്ടാക്കിയ നമ്മുടെ മൈനിങ് ഏരിയ കണ്ടോ. ഇനി ഇവിടെ കുറച്ച് ഡീറ്റെയിലിംഗ് വർക്കൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ ആയിട്ട് വലിയൊരു കേവ് പോലെയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എന്താ പറയാ, ഗുഹ പോലെ അതിനുള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന പോലെ ഉണ്ടാക്കണം. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ അതൊന്നും ഉണ്ടാക്കുന്നില്ല. അതൊക്കെ ഉണ്ടാക്കിയ ഈ ഒരു എപ്പിസോഡിന്റെ ലെന്ത് കൂടും. അപ്പൊ അത് നമുക്ക് വേറെ ആയിട്ട് ഒരു എപ്പിസോഡ് നമുക്ക് ഉണ്ടാക്കാം. വേറെ ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒക്കേമായിട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലും ഒക്കേമാണ് ഞാൻ ചെയ്യാൻ ചാൻസ് ഉള്ളത്. എന്നാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഇതും ചെയ്യാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇതൊക്കെ മതിയെന്ന് തോന്നുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് നമ്മൾ കുറെ കാര്യങ്ങൾ കുറെ കാര്യങ്ങളൊന്നും ചെയ്തെന്ന് പറയാനൊന്നുമില്ല. ആകെ ഒരു ഫാം ഉണ്ടാക്കി. ഫാം നമ്മൾ വലിയൊരു ഫാമാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ കണ്ടോ, പുറകിൽ കാണുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ ക്രോപ്പൊക്കെ വലുതായി തുടങ്ങി. നമുക്ക് എല്ലാ ടൈപ്പ് ക്രോപ്പും നമ്മുടെ ഫാമിലുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ ദൂരെ കാണുന്നില്ലേ, അതാണ് നമ്മുടെ വില്ലേജർ ബ്രീഡർ. പിന്നെ നമ്മുടെ മൈനിങ് ഏരിയ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. -59 നമുക്ക് ഡയമണ്ട് മൈനിങ് ഏരിയയിലായിട്ട് നമ്മൾ കൊണ്ടുപോയി മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പൊ ഇനി അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങളെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.